JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 2025 കടക്കുന്ന ജനുവരി മാസത്തിൻ്റെ മാസഫലമാണ്. പുതുവർഷം ആരംഭിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ ആദ്യ മാസമായ ജനുവരി മാസം 12 രാശിക്കാർക്കും അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദമാണ് മേടക്കൂർ. മേടൻ രാശിക്കൂറുകാർക്ക് 13-ാം തീയതി വരെ, അതായത് ജനുവരി 13-ാം തീയതി വരെ ധനുവിലും അതിനുശേഷം മകരത്തിലുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അതായത് 9-ലും 10-ലുമായി നിൽക്കുന്നു. ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ 9-ലെ സൂര്യനും ബുധനും വലിയ ഗുണമൊന്നും നൽകുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പിതൃസ്ഥാനീയരായവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം. വിദ്യാഭ്യാസപരമായും അത്ര ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ബന്ധുക്കളുടെ സഹായം കുറയും. സൂര്യ ബുധയോഗം നിപണയോഗമെന്ന് പറയുന്നുണ്ടെങ്കിലും 9-ൽ ഗോചരത്തിൽ വലിയ ഗുണമൊന്നും ചെയ്യുന്നതായി കാണുന്നില്ല. എന്നാൽ ജനുവരി 14 മുതൽ സൂര്യൻ ഗോചരഭാവത്തിൽ, അതായത് 10-ൽ സഞ്ചരിക്കുമ്പോൾ സർക്കാർ സംബന്ധമായി പല ഗുണങ്ങളും ഉണ്ടാകും. തൊഴിൽപരമായി മെച്ചമുണ്ടാകും. എന്നാലും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഗുണം കുറഞ്ഞെന്നും വരും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങളും പ്രവൃത്തി സംബന്ധമായ കാര്യത്തിൽ പുരോഗതിയും അതുപോലെ തൊഴിൽ പ്രമോഷനോ അല്ലെങ്കിൽ തൊഴിൽ വളരെ മെച്ചമോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് 10-ാം ഭാവം. അതിന് ഭേദത്തിലാക്കുന്നതാണ് ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം. എന്ന് പറഞ്ഞാൽ 10-ൽ സൂര്യനുള്ളപ്പോൾ 4-ൽ ഒരു ഗ്രഹം നിന്നാൽ ആ സൂര്യൻ്റെ ഗുണഫലത്തെ വേധിച്ചു പോകുന്നു അല്ലെങ്കിൽ തടയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അതിന് താമസം വരും. അതുപോലെ വാഹന സംബന്ധമായിട്ട് ഗുണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതിന് അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാകണമെന്നില്ല. യാത്ര പ്രതീക്ഷിച്ച ഗുണമൊന്നും ചെയ്യില്ല. പക്ഷെ 2-ലെ വ്യാഴം സാമ്പത്തികമായും കുടുംബപരമായും ഒരുപാട് മെച്ചമുണ്ടാക്കും. 12 നിൽക്കുന്ന രാഹു ശനിയുടെ ഫലം പറയണം എന്ന് അസ്ട്രോളജിയിൽ പറയുന്നത് കൊണ്ട് ഈ 12-ൽ നിൽക്കുന്ന രാഹു, അതായത് 12-ലെ രാഹു 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ വേധിക്കുന്നതായി ചിലപ്പോൾ അനുഭവപ്പെടാം. അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ 2-ാം ഭാവത്തിലെ വ്യാഴം ഒരുപാട് ഗുണമൊന്നും ചെയ്യില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ രീതിയിലും ചിന്തിക്കുന്ന ആ ഒരു സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ 2-ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ സാമ്പത്തിക പുരോഗതിയൊന്നും ഉണ്ടാകണം എന്നില്ല. അതുപോലെ ചിലവ് കൂടാനുള്ള സാധ്യതയുമുണ്ട്. 11-ലെ ശുക്രൻ വളരെ നല്ല ഫലം നൽകുന്നുണ്ട് മേടൻ രാശിക്കൂറുകാർക്ക്. അത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, അതുപോലെ ആഭരണങ്ങൾ, സ്ത്രീലാഭം, വസ്ത്രലാഭം, ഇങ്ങനെ നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട സുഖ സൗകര്യങ്ങളൊക്കെ തന്നെ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അത് ആഗമന സ്ഥാനത്ത് 11-ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഈ ജനുവരി മാസം വളരെയേറെ ഗുണപ്രദവും സന്തോഷപ്രദവുമാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടി തരുന്നുണ്ട്. അപ്പോൾ 2-ാം ഭാവത്തിലെ വേദസ്ഥാനത്ത് നിന്ന് 12-ലെ രാഹുവിൻ്റെ ആ ഒരു സ്ഥിതിക്കും ഇവിടെ ചിലപ്പോൾ ഒരു മാറ്റം വരും. കാരണം 11-ാം ഭാവത്തിലെ ശുക്രൻ മറ്റുള്ള ഗ്രഹങ്ങളുടെ ആ മോശമായ ഭാവത്തെ ഇല്ലാതാക്കി നമുക്ക് കുറേ കൂടി മെച്ചമായ അനുഭവം നൽകാൻ സാധിക്കും. നിലവിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയരായവർക്കും വീട്ടിലുള്ളവർക്കും ജലജന്യ രോഗ സാധ്യതകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചുമ, പനി, ശ്വാസം മുട്ടൽ തുടങ്ങിയവയും അതുപോലെ യാത്ര കൊണ്ട് ചില ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ജനുവരി മാസത്തിലുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ഗുണവും ചില ദോഷങ്ങളും കാണും. ജനുവരി 15 മുതലാണ് കുറേ നല്ല അനുഭവങ്ങൾ സ്വാഭാവികമായും മേടൻ രാശിക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണും. ഇനി ഇടവൻ രാശിയിലേക്ക് പോകുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളാണ് ഇടവൻ രാശിക്കൂറിൽ വരുന്നത്. ജന്മരാശിയിലെ വ്യാഴം അത്ര വലിയ ഗുണമൊന്നും ചെയ്യില്ല. ശാരീരികമായ പ്രശ്നങ്ങളുള്ളവർക്ക് ആശ്വാസമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിമോശം അഥവാ ശ്രദ്ധക്കുറവ് കൊണ്ട് ചില കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെയും അയൽവാസികളുടെയും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടാകും. കുറേ കൂടി ആത്മവിശ്വാസം വരുന്ന ഒരു മാസമാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പലവിധ സഹായങ്ങളും ഈ ഇടവം രാശിക്കൂറുകാർക്ക് കിട്ടും. വിദ്യാഭ്യാസപരമായി ഒരുപാട് മെച്ചമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവർ സൂക്ഷിക്കണം. പിതൃസ്ഥാനീയരായവർക്ക് അത്ര നല്ല സമയമല്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗം മെച്ചമല്ല. 10-ൽ ശനി ശുക്രയോഗം ചാരവശാൽ അത്ര വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. തൊഴിൽ തടസ്സങ്ങളോ കലഹങ്ങളോ
അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ സ്ഥാനചലനമോ യാത്രയും അലച്ചിലോ ഇങ്ങനെ പല കാരണം കൊണ്ട് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകാം, ഇല്ലെങ്കിൽ തടസ്സമുണ്ടാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലുള്ള പുരോഗതിയോ ലാഭമോ ഉണ്ടായെന്നും വരികയില്ല. അന്യ വ്യക്തികളിൽ നിന്നുള്ള സഹായം, അന്യനാട്ടിൽ നിന്നുള്ള സഹായം, ഇങ്ങനെയൊക്കെ ഉള്ള ഗുണകരമായ ചില അനുഭവങ്ങളും ജനുവരി മാസത്തിൽ ഇടവൻ രാശിക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജന്മാധിപനും കർമാധിപനും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിൽപരമായ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. അതായത് 10ാം ഭാവാധിപൻ 10ൽ തന്നെ നിൽക്കുന്നത് തൊഴിൽപരമായി പുതിയ വഴികൾ തേടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. കാരണം കുറേ നാളായി വലിയ മെച്ചമൊന്നും തോന്നുന്നില്ല എന്ന അനുഭവത്തിലുള്ളവർക്ക് തൊഴിൽ സംബന്ധമായ ചില വ്യത്യാസങ്ങളോ ചില മാറ്റങ്ങളോ അതൊക്കെ അവർക്ക് അനിവാര്യമായി വരും. അങ്ങനെ നോക്കുമ്പോൾ അതിന് ചില പുതിയ വഴികളും ചില പുതിയ മാർഗങ്ങളും അവർ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. സ്ത്രീകളിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായി ഈ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ജനുവരി മാസത്തിൽ ഇവർക്കിടയിൽ ഉണ്ടാകാം എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിഥുനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകയിരം 3, 4 പാദങ്ങളും തിരുവാതിര പുണർന്നത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് മിഥുനം രാശിക്കൂറ്. മിഥുനൻ രാശിക്കാർക്ക് സാധാരണയിൽ നിന്നും അല്പം കൂടി സാമ്പത്തിക ലാഭവും അതുപോലെ പല വിധത്തിലുള്ള ചിലവും പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങൾ മനസ്സിന് ടെൻഷനും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുമ്പോഴും പലപ്പോഴും മുഖം നോക്കാതെ അല്പം പരുഷമായി സംസാരിക്കേണ്ട സാഹചര്യങ്ങളും വരും. സുഹൃത്തായാലും ബന്ധുവായാലും മാനസികമായ ചില പ്രയാസം വരുന്ന സംഗതികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിതൃജനങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. സർക്കാർ സംബന്ധമായും തൊഴിൽ സംബന്ധമായും ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായ കാര്യത്തിൽ അത്ര വലിയ തൃപ്തിയൊന്നും അല്ലെങ്കിൽ ഒരു മനസ്സിന് സന്തോഷമൊന്നും ഉണ്ടാകുന്ന സാഹചര്യം വളരെ കുറവായിരിക്കും. എന്നാൽ സുഖസൗകര്യങ്ങൾക്ക് കുറവൊന്നുമില്ല. സ്ത്രീ സുഖവും ശയനസുഖവും, സ്ത്രീകൾ മൂലമുള്ള ധനലാഭവും കാര്യലാഭവും, സ്ത്രീകളുടെ സഹായവും, അതുപോലെ അവരിൽ നിന്നുള്ള പല ഗുണങ്ങളും, സാമ്പത്തിക ലാഭം ഉൾപ്പെടെ പലതും ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാകും. ധാർമ്മികമായ കാര്യങ്ങൾക്ക് അല്പം അലസതയൊക്കെ വരാം. ആരോഗ്യ സംബന്ധമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് പല കാര്യത്തിലും അലംഭാവം കാണിക്കാൻ സാധ്യത വരും. തൊഴിൽപരമായി പൊതുവെ നോക്കുമ്പോൾ അത്ര മെച്ചമല്ല മിഥുനൻ രാശിക്കൂറുകാർക്ക് എന്ന് കാണാൻ സാധിക്കും. കർക്കിടകൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുണർന്നത്തിൻ്റെ 4ാം പാദം പൂയം, ആയില്യം, ഇതാണ് കർക്കിടകൻ രാശിക്കൂറുകാരുടെ നക്ഷത്രങ്ങൾ. മനസ്സിന് പ്രയാസം, ടെൻഷന്, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് ആകെ പ്രയാസം അനുഭവിക്കാൻ ഇടവരുന്ന ഒരു മാസമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതെല്ലാം അനാവശ്യ ചിന്തകൾ മൂലം ഉണ്ടാകുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ബന്ധുസഹായം, കാര്യജയം, ഒരു മുൻഗണന, ഇതൊക്കെ ലഭിക്കും. 14ാം തീയതി മുതൽ സർക്കാർ തലത്തിലും സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ ഗുണമൊന്നും ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഭാഗ്യാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകാനും ആരോഗ്യ സംബന്ധമായി പലവിധ പ്രശ്നങ്ങളിൽ വിഷമിച്ചുകൊണ്ടിരുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു ആശ്വാസവും ലഭിക്കുന്ന ഒരു സ്ഥാനത്താണ് സൂര്യൻ വരുന്നത്. എന്നാലും 12ലെ ചൊവ്വ ഇതിന് ഭേദഭാവത്തിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സൂര്യൻ്റെ നല്ല ഫലത്തെ ചൊവ്വ കുറേയൊക്കെ തടഞ്ഞു വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ ഇഷ്ടസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്ന ജാതകക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെങ്കിലും സൂര്യൻ്റെ ഭാവബലം കുറവായിട്ടുള്ളവർക്കും അത്ര വലിയ മെച്ചമല്ലാത്ത നിലയിലുള്ളവരെ സംബന്ധിച്ചും ഈ 14ാം തീയതി മുതൽ 6ാം ഭാവത്തിലാണ് സൂര്യനെങ്കിലും ഈ വേദ സ്വഭാവം വരുന്നത് കൊണ്ട് തന്നെ ചൊവ്വയുടെ അല്ലെങ്കിൽ ചൊവ്വ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. ചൊവ്വ എന്ന് പറയുമ്പോൾ അത് തർക്കങ്ങളും ടെൻഷനും ചില പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല ഫലങ്ങൾക്ക് ചില വ്യത്യാസങ്ങളും കുറവുകളും ഉണ്ടാകും. വീട്ടിൽ വേണ്ടുന്ന ആവശ്യത്തിനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളെ, ചെടികളെ, വസ്ത്രങ്ങളെ, ഇങ്ങനെ ഭൗതിക സുഖസൗകര്യങ്ങളുമായി ബന്ധപ്പെടുന്നതും വീടിന് ആവശ്യമുള്ളതുമായ പല വസ്തുക്കളും സംഗതികളും ലഭിക്കാനും അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടാനുമൊക്കെ സാധിക്കുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. തൊഴിൽപരമായി അത്ര വലിയ മെച്ചമൊന്നും ജനുവരി മാസത്തിൽ കാണുന്നില്ല. 5ാം ഭാവാധിപനും കർമാധിപനുമാണ് ചൊവ്വ. സന്താനങ്ങളുടെ തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാൻ സാധ്യത കുറവാണ്. അതായത് ഉപരിവിദ്യാഭ്യാസം നടത്തുന്നവരെ, തൊഴിൽ സംബന്ധമായി ഏതെങ്കിലും കാര്യത്തിന് പോകുന്നവർ, വിദേശയാത്ര നടത്തുന്നവർ, വിദേശത്ത് ഈ ആവശ്യങ്ങൾക്കായി പോയിട്ടുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവം മനസ്സും സന്താനങ്ങളുമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചൊവ്വ നീചരാശിയിലും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജന്മരാശിയിൽ
നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് മനപ്രയാസങ്ങളൊക്കെ ഇവർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ 1-ാം പാദം, ഇതാണ് ചിങ്ങൻ രാശിക്കൂറ്. വിദ്യാഭ്യാസ സംബന്ധമായി അനുകൂലമായ സമയമാണ്. ആരോഗ്യ സംബന്ധമായി അത്ര മെച്ചമുള്ള ഒരു മാസമല്ല. ജനുവരി പകുതി മുതൽ, അതായത് ജനുവരി 14-ാം തീയതി മുതൽ സൂര്യൻ ഇഷ്ടഭാവമായ 6-ൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക ഗുണവും ശത്രുനാശവും രോഗത്തിന് മുക്തിയും ആരോഗ്യപരമായി കുറേ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യങ്ങളും സാമ്പത്തികമായ പുരോഗതിയും ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരൊക്കെ ആ ശത്രുതയൊക്കെ മാറി ഒന്ന് അടുത്തു വരുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി പലവിധ പ്രശ്നങ്ങളിൽ വിഷമിച്ചുകൊണ്ടിരുന്നവർക്ക് അതിനൊക്കെ ഉള്ള ഒരു ആശ്വാസവും ലഭിക്കുന്ന ഒരു സ്ഥാനത്താണ് സൂര്യൻ വരുന്നത്. എന്നാലും 12-ലെ ചൊവ്വ ഇതിന് ഭേദഭാവത്തിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സൂര്യൻ്റെ നല്ല ഫലത്തെ ചൊവ്വ കുറേയൊക്കെ തടഞ്ഞു വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ ഇഷ്ടസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്ന ജാതകക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെങ്കിലും സൂര്യൻ്റെ ഭാവബലം കുറവായിട്ടുള്ളവർക്കും അത്ര വലിയ മെച്ചമല്ലാത്ത നിലയിലുള്ളവരെ സംബന്ധിച്ചും ഈ 14-ാം തീയതി മുതൽ 6-ാം ഭാവത്തിലാണ് സൂര്യനെങ്കിലും ഈ വേദ സ്വഭാവം വരുന്നത് കൊണ്ട് തന്നെ ചൊവ്വ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. ചൊവ്വ എന്ന് പറയുമ്പോൾ അത് തർക്കങ്ങളും ടെൻഷനും ചില പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല ഫലങ്ങൾക്ക് ചില വ്യത്യാസങ്ങളും കുറവുകളും ഉണ്ടാകും. അതുപോലെ 7-ലെ ശുക്രനും ശനിയും സ്ത്രീകൾ നിമിത്തമുള്ള ചില പ്രയാസത്തെയും ശുക്രൻ സൂചിപ്പിക്കുമ്പോൾ ശനി അലസതയും മടിയെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂലക്ഷേത്രമാണെങ്കിൽ പോലും 7-ലെ ശനി 7-ാം ഭാവാധിപനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ ദോഷമൊന്നും ചെയ്യില്ല. എന്നാലും 4-ാം ഭാവാധിപനായ ചൊവ്വയുടെ ദൃഷ്ടി ആ ഭാവത്തിന് ലഭിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങളുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് ചില കലഹത്തെയൊക്കെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ ജനുവരി മാസത്തിൽ ഉണ്ടാകാം. കർമാധിപനായ ശുക്രൻ 7-ൽ വരുന്നതും മെച്ചമല്ല. കാരണം കർമ്മ രംഗത്ത് വിചാരിക്കുന്നത് പോലുള്ള ഗുണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. തൊഴിൽപരമായ കാര്യത്തിൽ ഉത്സാഹം കുറയും. ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം. എന്നിരുന്നാലും അഷ്ടമാധിപത്യമുള്ള വ്യാഴം 10-ൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. അതായത് കർമ്മരംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് ഒരുപക്ഷെ അലസത ഉണ്ടാകാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നം കൊണ്ടാകാം. ഏത് തരത്തിലായാലും തൊഴിൽപരമായ വലിയ മെച്ചമൊന്നും ജനുവരി മാസത്തിൽ കാണുന്നില്ല. കന്യരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ 2, 3 താലങ്ങൾ, അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങളിൽ ചേരുന്നതാണ് കന്നിക്കൂറ്. പഠിക്കുന്നവർക്കും അതായത് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും യുവാക്കൾക്കുമൊക്കെ നല്ല സമയമാണ്. വീട്ടിൽ ബന്ധുക്കളുടെ ഒത്തുചേരൽ ഉണ്ടാകും. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സമയമല്ല. സർക്കാർ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഏതെങ്കിലും തരത്തിലുള്ള ചില തിരിച്ചടികളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരും. ജനുവരി പകുതി മുതൽ ചൊവ്വയുടെ ബന്ധം കൂടി വരുന്നത് കൊണ്ട് സർക്കാർ തലത്തിൽ താക്കീതോ മറ്റു ഭീഷണിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കന്യരാശിക്കൂറുകാർക്കുണ്ടാകും. കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ സഹായിച്ചെന്ന് വരില്ല. 6-ാം ഭാവത്തിലെ ശനി കാര്യജയം, ധനലാഭം തുടങ്ങി പല നല്ല ഗുണങ്ങളും തരുന്ന ഭാവത്തിലാണെങ്കിലും വേദസ്ഥാനത്ത് ഗ്രഹം നിൽക്കുന്നതിനാൽ ഗുണഫലം കുറയും. വാർദ്ധക്യം ബാധിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്. ദാമ്പത്യ ബന്ധത്തിലും ചില ഭിന്നതകൾ ഉണ്ടാകാം. ശുക്രൻ്റെ 6-ാം ഭാവത്തിലെ സ്ഥിതിയും അത്ര മെച്ചമല്ല. കാരണം സ്ത്രീകൾ മൂലവും അതുപോലെ തന്നെ പങ്കാളികൾ മൂലവും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ്. അതൊരു പക്ഷേ അഭിപ്രായ വ്യത്യാസമാകാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാകാം. ഏത് തരത്തിലായാലും കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ചില സുഖക്കുറവുകളൊക്കെ ഉണ്ടാകാം. പലപ്പോഴും മാനസികമായ ചില പിരിമുറുക്കങ്ങളും ചില പ്രയാസങ്ങളും ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായെന്ന് വരാം. ഒരുപക്ഷെ പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നമായിട്ട് നിലനിൽക്കാനും സാധ്യതയുണ്ട്. എന്തായാലും 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വളരെ ഗുണകരമാണ്. കാരണം 9-ാം ഭാവത്തിലെ
വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കുണ്ടാകാവുന്ന പല വിഷമതകൾക്കും അതിൻ്റെ ശക്തി കുറേയൊക്കെ ആ തീവ്രത കുറച്ച് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. 10ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ജനുവരി 21 മുതൽ ചൊവ്വ വരുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുണം കുറയും. കാരണം 9ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ആ ഒരു നല്ല ഫലത്തെ 10ാം ഭാവത്തിൽ വരുന്ന ചൊവ്വയുടെ ബന്ധം കുറയ്ക്കും എന്നുള്ളതാണ്. അതിനാണ് ഈ വേദം എന്ന് പറയുന്നത്. അത് ജനുവരി 21 മുതൽ ചൊവ്വ മിഥുനൻ രാശിയിലേക്ക് പോകുമ്പോൾ ഈ 10ാം ഭാവത്തിൽ ഒരു ഗ്രഹം വരുമ്പോൾ 9ലെ വ്യാഴത്തിൻ്റെ ആ നല്ല ഫലങ്ങൾക്ക് കുറവ് വരും. അതുകൊണ്ട് തന്നെ 21-ാം തീയതി മുതൽ 9ലെ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ കുറയുന്നതനുസരിച്ച് ചില മോശ അനുഭവങ്ങളും ഈ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിത്തിരയുടെ 3-4 പാദങ്ങളെ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളാണ് തുലാം രാശി. തുലാം രാശിക്കൂറുകാർക്ക് ജനുവരി ആദ്യ പകുതി വരെ സൂര്യൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് ധനലാഭം, സ്ഥാനമാനം, ശത്രുനാശം, ആരോഗ്യം മുതലായ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. 2ാമത്തെ പകുതിയിൽ ചില തടസ്സങ്ങളും അതുപോലെ തന്നെ വീട് പണി നടത്തുന്നവർക്ക് കാലതാമസവും മാതാവിന് അരിഷ്ടയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരാം. കാരണം 3ാം ഭാവത്തിൽ നിന്ന് 4ാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ജനുവരി 14 മുതൽ. 5ാം ഭാവത്തിലെ ശുക്രനും നല്ല ഫലം നൽകും. സ്ത്രീ സുഖം, അതുപോലെ തന്നെ നല്ല ഭക്ഷണം, നല്ല വസ്ത്രങ്ങൾ, ശയനസുഖം, അധികാരം, ബന്ധുക്കളുടെ ഒരു സഹകരണം, സ്ത്രീകൾ മൂലമുള്ള ഒരുപാട് ഗുണങ്ങൾ, അതുപോലെ വസ്ത്രലാഭം, ഇങ്ങനെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാക്കാത്ത പല അനുഭവങ്ങളും നൽകുമ്പോൾ ചൊവ്വ രാശി മാറുന്ന ജനുവരി 21 മുതൽ ശുക്രൻ്റെ ഫലത്തിന് വ്യത്യാസം വരും. അതായത് സുഖം കുറയും, വീട്ടിൽ ചില വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീകളുമായി, പ്രത്യേകിച്ച് പങ്കാളികളുമായി, വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രയാസങ്ങളും വരും. പഠനം, ജോലി എന്നിവയിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്ന സാഹചര്യം കാണുന്നില്ല. മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരും. എന്നാലും വ്യാഴം വിപരീത രാജയോഗത്തിൽ വരുന്നത് കൊണ്ട് അതിൻ്റേതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഈ വിപരീത രാജയോഗം എന്ന് ഞാൻ പറഞ്ഞത് 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരും. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ആ വ്യാഴം അത്ര വലിയ ഗുണമൊന്നും ചെയ്യുകയില്ല. പക്ഷേ 6ാം ഭാവാധിപനായിട്ട് വ്യാഴം അഷ്ടമത്തിൽ വരുന്നതിനെയാണ് വിപരീത രാജയോഗം എന്ന് പറയുന്നത്. വിപരീത രാജയോഗം എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ സ്വാഭാവികമായ ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും അതനുസരിച്ചുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവാധീനവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് സർവേശ്വരാണ ഗുരു എന്ന് പറയുന്ന വ്യാഴം. അപ്പോൾ അത് വിപരീത രാജയോഗത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഈശ്വരവിശ്വാസവും മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ധാർമ്മികമായ ആ ഒരു മേഖലയിൽ നിന്നും മാറി ചിന്തിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പോലും അതിനുള്ള ഗുണങ്ങൾ അത്തരത്തിൽ ലഭിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. പിന്നെ വീട്ടിൽ പ്രായമായവരെ സംബന്ധിച്ച് വൃദ്ധജനങ്ങൾക്കൊന്നും അത്ര നല്ല സമയമല്ല. അവരെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. 10ൽ നിൽക്കുന്ന ചൊവ്വ ചില ധനലാഭം ഉണ്ടാക്കുമെങ്കിലും, അതായത് 10ാം കർമ്മസ്ഥാനത്തെ ചൊവ്വയാണ്. ആ ചൊവ്വ അല്പം നീചനാണ് എങ്കിലും ആ നീചരാശിയുടെ അധിപൻ അല്ലെങ്കിൽ ഉച്ചരാശിയാധിപൻ വ്യാഴം ഈ പറഞ്ഞതുപോലെ വിപരീത രാജയോഗത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അതിനെ നീചഭംഗ രാജയോഗം എന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും ചില മേഖലകളിൽ ഇവർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. അത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചില നഷ്ടവും ചില ലാഭവും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ഇടപാടുകളിലൊക്കെ ചിലപ്പോൾ ഭിന്നത വരാം. അതുപോലെ തന്നെ പങ്കാളിക്ക് അത്ര നല്ല സമയമാണ് എന്ന് പറയാനും പറ്റില്ല. പൊതുവെ നോക്കുമ്പോൾ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ചില ദോഷങ്ങളും ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാഖത്തിൻ്റെ 4ാം പാദം അനിഴം കേട്ട ഇതാണ് വൃശ്ചികം രാശി. അപ്പോൾ ജനുവരി ആദ്യ പകുതി വരെ സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ വരാം. ജനുവരി 14 മുതൽ നല്ലതാണ്. പല വിധത്തിൽ ബന്ധസഹായം ലഭിക്കും. വിദ്യാഭ്യാസം മൂലം ധനലാഭം ഉണ്ടാകും. തൊഴിൽപരമായി ചിന്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പഴക്കം ചെന്ന വീട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട് വയ്ക്കാനും പഴയത് പൊളിച്ചു കളയാനുമൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അതായത് പഴയ ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആ ഒരവസ്ഥയിലേക്ക് ജീവിതത്തിനും അതുപോലെ തന്നെ
വീട്, വാഹനം മുതലായിട്ടുള്ള വീട്ടുപകരണങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ തന്നെ ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ ചില മാനസിക പ്രയാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും, വൃദ്ധജനങ്ങളുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. അപകട സാധ്യതയൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാകാം. പിതൃസ്ഥാനീയരായവർക്ക് അത്ര നല്ല സമയമൊന്നുമല്ല. ജനുവരിയുടെ രണ്ടാം പകുതിയിൽ 3-ലെ സൂര്യൻ പല നല്ല ഫലങ്ങൾ നൽകുന്നതാണെങ്കിലും വേദസ്ഥാനമായ 9-ൽ നീചത്തിലെ ചൊവ്വ നിൽക്കുന്നത് പല നല്ല ഫലങ്ങളെയും മാറ്റിമറിക്കാനും തടസ്സം നിൽക്കാനും ചില പ്രയാസങ്ങൾക്കുമൊക്കെ കാരണമാക്കും. അതായത് സൂര്യൻ്റെ നല്ല ഫലത്തെ തടയും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 4-ലെ ശുക്രൻ വീട്ടിൽ സന്തോഷപ്രദമായ പല സന്ദർഭങ്ങളെയും സൂചിപ്പിക്കും. ബന്ധുക്കൾ ഒത്തുചേരുന്ന അവസരങ്ങൾ വരും. അത്തരം സന്ദർഭങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വരും. 7-ലെ വ്യാഴം വിവാഹം, ദാമ്പത്യം, പങ്കാളി മുതലായ കാര്യങ്ങളിൽ ഗുണം ചെയ്യും. സാമ്പത്തികമായി ഗുണമുണ്ടാകും. ധനലാഭം, നല്ല വിവാഹം, സാമ്പത്തികമായി മെച്ചപ്പെടാനും വിവാഹ സംബന്ധമായ തീരുമാനമൊന്നും ഉണ്ടാകാത്തവർക്കും നല്ല വിവാഹബന്ധമൊക്കെ ഉണ്ടാകാനും നല്ല കുടുംബജീവിതം നയിക്കാനും ഒക്കെയുള്ള സാഹചര്യം വരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള നല്ല സാഹചര്യങ്ങളും അതുപോലെ തന്നെ യാത്ര കൊണ്ട് എന്താണോ വിചാരിക്കുന്നത് അതൊക്കെ സാധിക്കാനുള്ള ചില അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. 7-ലെ വ്യാഴം ഒരുമാതിരി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലൊക്കെയുള്ള കാര്യങ്ങൾ നേർവഴിയിൽ നടത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിത്തരും. ജനുവരി 14 മുതൽ സൂര്യൻ 3-ൽ വരുന്നത് വ്യാഴത്തിൻ്റെ നല്ല ഫലത്തെ തടയും. അതിനാൽ ജനുവരി 14 വരെയാണ് വ്യാഴത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിക്കുക. മനസ്സിൽ ചില പ്രയാസങ്ങളും പിതാവുമായും സന്താനങ്ങളുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടായെന്നും വരാം. ഇനി ധനുരാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പോരാടം, ഉത്തരാടത്തിൻ്റെ 1-ാം പാദമാണ് ധനുരാശിക്കൂറുകാർ. ധനുരാശിക്കാർക്ക് സൂര്യൻ ജന്മത്തിൽ നിൽക്കുന്നത് ജനുവരി 13 വരെയാണ്. 14-ാം തീയതി മുതൽ രാശി മാറി 2-ാം ഭാവത്തിൽ വരും. ശാരീരികമായ പ്രശ്നങ്ങൾ, പനി, ചുമ, അതുപോലെ ശ്വാസതടസ്സം, നടുവിന് വേദന, കാലിന് വേദന മുതലായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ അഷ്ടമത്തിലെ ചൊവ്വ അപകടം, വീഴ്ച മുതലായവയും ചിലർക്ക് സർജറിയും അതുപോലെ ആശുപത്രിവാസവും ഒക്കെ വേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജനുവരി 21 വരെ 8-ലാണ് ചൊവ്വ. അഷ്ടമത്തിൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ജനുവരി 21-ന് 7-ാം ഭാവമായ മിഥുനൻ രാശിയിലേക്ക് കടക്കും. ജന്മരാശിയിലെ ബുധനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടെ നിൽക്കുന്നവരും ബന്ധുക്കളും സുഹൃത്തുക്കളും പഴയതുപോലെ സഹകരിക്കാൻ വിസമ്മതം കാണിക്കും. ചിലരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തെങ്കിലും നഷ്ടപ്പെടുക, കാണാതാകുക മുതലായ സാഹചര്യങ്ങളും വരാം. സംസാരം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെയും വരാം. 7-ലെ ചൊവ്വ ജനുവരി 21 മുതൽ 7-ൽ ചൊവ്വ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പങ്കാളിയുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അതുപോലെ തന്നെ പലവിധമായ പ്രശ്നങ്ങളും ഭിന്നതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസികമായ ഒരു അടുപ്പക്കുറവൊക്കെ വരുന്ന ഒരു സാഹചര്യം വരും. അതാണ് 7-ാം ഭാവത്തിലെയും 8-ാം ഭാവത്തിലേക്ക് ചൊവ്വ സൂചിപ്പിക്കുന്നത്. അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ 7-ലെ ചൊവ്വ ആഭ്യന്തര പ്രശ്നമായിട്ടും വരാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സഹായത്തിന് പലരും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും വരും. സുഖസൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും വരത്തില്ല. 3-ലെ ശനിയും ശുക്രനും പരസ്പരം ബന്ധുക്കളായി നിൽക്കുന്നത് കൊണ്ട് പരിസരവാസികളും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമൊക്കെ ഇഷ്ടമനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി കുറേ പേര് നമ്മളെ സഹായിക്കാനെത്തും. ധനലാഭം, വസ്ത്രലാഭം, നേതൃത്വം, സർവാഭീഷ്ടസിദ്ധി എന്നീ ഗുണങ്ങളോട് കൂടിയാണ് ശുക്രൻ നിൽക്കുന്നത്. അഷ്ടമത്തിലെ ചൊവ്വയുടെ അഷ്ടമദൃഷ്ടി ശനി ശുക്രബന്ധത്തെ ദോഷകരമായി ബാധിക്കാം. അതായത് സുഖം കുറയാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. 3-ലെ ശുക്രൻ്റെ സുഖസൗകര്യങ്ങൾ വേധിച്ചു പോവുക അല്ലെങ്കിൽ തടയുക. അങ്ങനെ വരുമ്പോഴാണ് വേദസ്ഥാനമായ ജന്മരാശിയിൽ ബുധനും ശുക്രനും വരുന്നത്. പല വിഷമതകളും കാരണമാകാം. 5-ാം ഭാവാധിപനായ ചൊവ്വ 8-ൽ നീചനായി നിൽക്കുന്നത് സന്താന വിഷയത്തിലും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉണ്ടാകുന്ന വിഷമതയെ സൂചിപ്പിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ്, ഭൂമി കച്ചവടം, ഭൂമി വാങ്ങല്, വിൽക്കല്, ഭൂമിക്ക് ലോൺ എടുക്കല് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നഷ്ടം വരാനുള്ള സാധ്യതകളും ഉണ്ട്. സഹോദരങ്ങൾക്ക് ദോഷ സമയമാണ്. ഈശ്വരാധീനം വേണ്ടത്ര ഇല്ലാത്ത സമയം കൂടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകേണ്ട ഒരു അത്യാവശ്യം ഇവിടെ പറയേണ്ടി വരും. ഇവർക്ക് ജനുവരി 13 വരെ സൂര്യൻ 12-ലും 14-ാം തീയതി മുതൽ ജന്മരാശിയിലും സഞ്ചരിക്കുന്ന ഈ സമയം നല്ല കാര്യത്തിനെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായ ഫലമൊന്നും ലഭിക്കണം എന്ന് വിചാരിക്കരുത്. ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ടാകും. 7-ൽ നിൽക്കുന്ന ചൊവ്വ ഏത് കാര്യത്തിനും ഒരു യോജിപ്പില്ലാതെ അഭിപ്രായ വ്യത്യാസത്തെയോ കലഹത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്വഭാവം കാണിക്കും. ഇത്
പങ്കാളികൾ തമ്മിലുള്ള ഭിന്നതയ്ക്കും കാരണമാകാം. ജനുവരി 21 വരെ 7-ൽ ചൊവ്വ നിൽക്കും. സാമ്പത്തികമായ പല കാര്യങ്ങളിലും വിഷമം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും. ആഡംബരം, സുഖം, മോടി പിടിപ്പിക്കൽ, വസ്ത്രം, ആഭരണം, സന്താനങ്ങളുടെ ആവശ്യം മുതലായവയ്ക്കായിട്ടൊക്കെ ധാരാളം പണം ചിലവാകുന്ന ഒരു പ്രവണത വരാം. വരുമാനത്തിനനുസരിച്ചല്ലാതെ സാമ്പത്തിക ഇടപാടുകളും കൊടുക്കൽ വാങ്ങലും പല പ്രയാസത്തിനും വിഷമതയ്ക്കും കാരണമാകും. കുടുംബത്തിലെ പ്രായം ചെന്ന വൃദ്ധജനങ്ങൾക്കും നല്ല സമയമല്ല. സാമ്പത്തിക വിഷയത്തിലോ ഭൂമിയും സ്വർണം മുതലായ കാര്യത്തിലും കുടുംബ ഓഹരി സംബന്ധിച്ച കാര്യത്തിലും സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം. യുവജനങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ അകന്നു നിൽക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് അന്യദേശവാസവും പഠനവും ഉണ്ടായെന്ന് വരാം. പ്രഷർ, ശ്വാസം മുട്ടൽ, തലകറക്കം, തലവേദന മുതലായവ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരെ ഉടനെ ചികിത്സ സ്വീകരിക്കേണ്ട ഒരു അത്യാവശ്യവുമുണ്ട്. പല ഗ്രഹങ്ങളും അനുകൂലമല്ലെങ്കിലും 5-ൽ നിൽക്കുന്ന വ്യാഴം സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണവും പല പ്രശ്നങ്ങളും വലുതാക്കാതെ രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിത്തരും. അവിടെയെല്ലാം ഒരു ഈശ്വരാധീനം കൊണ്ട് പല വിഷയങ്ങളും തീവ്രതയില്ലാതെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകേണ്ട അല്ലെങ്കിൽ പോകാൻ കഴിയുന്ന ഒരു അവസരവും ഉണ്ടാക്കിത്തരും. കുംഭൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളെ ചതയം, പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് കുംഭൻ രാശിക്കൂർ. ഇവർക്ക് സൂര്യൻ ജനുവരി 13 വരെ 11-ലും അത് കഴിഞ്ഞ് 12-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ നല്ല ഫലം നൽകുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് ആശ്വാസം ഉണ്ടാകും. സർക്കാർ സംബന്ധമായി ഏതെങ്കിലും കാര്യത്തിൽ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പിതാവിൻ്റെ പല സഹായങ്ങളും ലഭിക്കും. കുടുംബപരമായ ഓഹരി ലഭിക്കാനും ഭൂമി ലാഭം, സ്വർണ്ണലാഭം ഇവ ലഭിക്കാനും ഒക്കെ സാഹചര്യം വരും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നവയൊക്കെ തിരികെ ലഭിക്കും. ഭൂമി സംബന്ധമായ കേസുള്ളവർക്ക് അനുകൂലമായി വിധിക്ക് സാധ്യതയുണ്ട്. ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ഓഹരി കച്ചവടം എന്നിവയിൽ ലാഭം ഉണ്ടാകാം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ മുതലായവയുടെ എല്ലാവിധമായ സഹായങ്ങളും പിന്തുണയും ഇവർക്ക് ലഭിക്കും. വിദ്യാഭ്യാസ സംബന്ധമായ നല്ല പുരോഗതിയും റിസൾട്ടും ഇവർക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായും കുടുംബപരമായും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും വീട്ടിലുള്ളവർ തമ്മിൽ ചില മാനസികമായ അകൽച്ച പ്രകടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്ന ഒരു പ്രത്യേകതയും കുംഭൻ രാശിക്കാർക്ക് ഇപ്പോഴുണ്ട്. ജനുവരി 14 മുതൽ 12-ൽ വേദസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെയാണ് ഈ ചാനവശാലുള്ള ഫലം സൂചിപ്പിക്കുന്നത്. എന്നാൽ 6-ൽ നിൽക്കുന്ന ചൊവ്വ ഈ വേദം എന്ന ദോഷഫലത്തെ ഇല്ലാതാക്കുന്നു. എന്ന് പറഞ്ഞാൽ ദോഷം മാറി അല്പം ഗുണമുണ്ടാകും. അതുകൊണ്ടാണ് സൂര്യൻ ഇഷ്ടഭാവത്തിലാണ് എന്ന് ഞാൻ പറയുന്ന കാര്യം. കാരണം ചാനവശാൽ സൂര്യൻ നല്ല ഫലങ്ങളൊക്കെ നൽകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് പറഞ്ഞത്. ജനുവരി 21 വരെയാണ് ഈ ചൊവ്വയുടെ സ്ഥിതി വരുന്നത്. അത് കഴിയുമ്പോൾ ചൊവ്വ രാശി മാറും. ശുക്രൻ എല്ലാവിധ സുഖവും നൽകും. ജന്മരാശിയിലായതുകൊണ്ട് ആഭരണ, വസ്ത്രാലങ്കാരങ്ങൾ, സൗന്ദര്യ വസ്തുക്കൾ, സുഗന്ധ വസ്തുക്കൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ നല്ലവണ്ണം അഴിഞ്ഞൊരുങ്ങി സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളും അത്തരത്തിലുള്ള മനസ്സിൻ്റെ ചില ആഗ്രഹങ്ങളുമൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം സുഖസൗകര്യങ്ങളെയും ആഡംബരത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അത് ജന്മരാശിയിൽ നിൽക്കുമ്പോൾ ശാരീരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരും. അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനം. അന്യദേശവാസത്തിനും സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതി, രേവതി ജനുവരി 13 വരെ ഇവർക്ക് 10-ലും പിന്നീട് 11-ലും സൂര്യൻ സഞ്ചരിക്കുന്നു. ഇത് വളരെ നല്ല ഫലം നൽകുന്നതാണ്. 10-ലെ സൂര്യൻ എന്ത് വിചാരിച്ചാലും നടത്തിത്തരുന്ന കർമ്മരംഗത്ത് ശോഭിക്കുന്ന ഗ്രഹമാണ്. 11-ൽ വരുമ്പോൾ പലവിധ ഗുണങ്ങളും ലാഭവും വരുമാനവും ഉണ്ടാക്കിത്തരികയും ചെയ്യും. ചെയ്യുന്ന ശുഭകർമ്മങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്ന സമയമാണ് ഈ 10-ലും 11-ലുമൊക്കെ സൂര്യൻ നിൽക്കുന്ന സമയം. എന്നാൽ 10-ലെ സൂര്യൻ കർമ്മഗുണം നൽകണമെങ്കിൽ അതിൻ്റെ വേദസ്ഥാനമായ 4-ൽ ഗ്രഹങ്ങൾ ഉണ്ടാകരുത് എന്ന ഒരു നിയമം കൂടിയുണ്ട്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി 21 മുതൽ മിഥുനത്തിൽ വരുന്ന ചൊവ്വ സൂര്യൻ്റെ 10-ലെ കർമ്മഗുണത്തെ തടയും. അതായത് 4-ാം ഭാവത്തിൽ ചൊവ്വ വരുന്നു എന്നതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വീട്ടിലുള്ളവരുമായും മാതാവുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ ചില കാര്യങ്ങൾ വിമർശനപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതായത് നമ്മുടെ ഓരോ സ്വഭാവവും തൊഴിലും പ്രവർത്തികളും ഒക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നർത്ഥം. പൊതുവെ നോക്കുമ്പോൾ ജനുവരി 20 വരെ സൂര്യൻ്റെ ഗുണം ലഭിക്കുന്നു എന്നതാണ്. 10-ലെ ബുധന് വേദമില്ലാത്തത് കൊണ്ട് വിദ്യാഭ്യാസം, ജോലി, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ജോലിയുള്ളവർക്ക് പ്രമോഷന്, സർക്കാർ തലത്തിൽ അംഗീകാരം, മേലധികാരികളുടെ അംഗീകാരം എന്നിവയ്ക്കൊക്കെ സാധ്യത കാണുന്ന ഒരു മാസമാണ്. ശുക്രൻ്റെ സ്ഥിതിയും വളരെ നല്ലതാണ്.
ചാരവശാൽ 12-ൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ നല്ല ഫലങ്ങളും നൽകും, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാകും. 7-2 ശനിയുടെ തുടക്കമായതുകൊണ്ട് മനസ്സിന് ഒരു സുഖവും സ്വസ്ഥതയും അല്പം കുറവായിരിക്കും എന്നതും കൂടി നമ്മൾ ഓർക്കണം. സന്താന വിഷയം, പഠനം, ജോലി, വിവാഹം മുതലായ കാര്യങ്ങളിൽ വലിയ മെച്ചമൊന്നും കാണുന്നില്ല. ജനുവരി 21 മുതൽ ചൊവ്വ 4-ൽ വരുമ്പോൾ വീട്, വാഹനം, യാത്ര, അമ്മ, ബന്ധുക്കൾ മുതലായ കാര്യങ്ങളിൽ പ്രയാസം ഉണ്ടാകാം. യാത്രയൊക്കെ സൂക്ഷിക്കണം. വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് 21 മുതൽ തടസ്സമൊക്കെ വരും. മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളോ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ വിഷമതകളോ ഒക്കെ ഉണ്ടാകാം. ബന്ധുക്കൾ പലപ്പോഴും അല്പം നീരസമായിട്ടും കലഹിച്ചു എന്നുമൊക്കെ വരാനുള്ള സാധ്യതകളുമുണ്ട്.